ഹായ് ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഫിലിം ഓഫ് ഫിലിം. ആക്ച്വലി ഇതിപ്പോൾ ഫിലിം ഓഫ് ഫിലിം അല്ല, സിനിമ ടു ചെന്നൈ എന്നാണ് ചാനലിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്. ചാനലിൻ്റെ പേര് മാറ്റിയിട്ടുള്ളൂ. ക്വാളിറ്റിക്കും റെക്കോർഡ് ചെയ്യാൻ മൈക്കൊന്നുമില്ല. നമ്മളെ ഫോൺ ക്യാമറയിൽ എടുക്കുന്ന ഒരു നോർമൽ വീഡിയോ ആണ്. അങ്ങനെ ചെറിയ ഓക്കെ, എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് ലോക്ക്ഡൗൺ ടൈമിൽ ഞാൻ തുടങ്ങിയ എൻ്റെ ചാനലിൻ്റെ ആ ഒരു ഏജിലുള്ള എൻ്റെ ഒരു പെർഫോമൻസ്, പിന്നെ ഇപ്പോൾ ഒരു 22 വയസ്സിലേക്ക് മാറിയിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ചേഞ്ച്, എൻ്റെ ഒരു പ്രസൻറ്റേഷനിൽ വന്നിട്ടുള്ള ഒരു ചേഞ്ച്, പിന്നെ എൻ്റെ ഫോൺ ക്യാമറയിൽ കുറച്ച് ക്ലാരിറ്റി കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ക്വാളിറ്റി കൂടിയിട്ടുണ്ട്. അത് മാത്രമാണ് ഒരു ചേഞ്ച് ആയിട്ട് ഞാൻ കാണുന്നുള്ളൂ. ഹോപ്പ് യു ഗൈസ് എൻജോയ് വിത്ത് ദിസ് വീഡിയോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ 2-3 ട്രയൽ കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് ചെറിയ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. സ്റ്റിൽ ആ പടം ഇപ്പോൾ നിങ്ങൾ തമിഴിലാണ് കൽക്കി 1898 ആ ഒരു സിനിമ വന്നിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ്, അത് വല്ലാത്തൊരു ഫീലാണ്. ആ ഒരു ഫീലിൻ്റെ പുറത്താണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് തന്നെ സിനിമ ടു ചെന്നൈയിലേക്ക് മാറിയ കഥ ഞാൻ പറഞ്ഞല്ലോ. ഞാൻ സിനിമകൾ ഒരുപാട് കാണുന്ന ഒരാളാണ്. കൂടുതലും ഇന്ത്യൻ മൂവീസാണ് കൂടുതലും കാണാൻ. ഞാൻ മലയാളം, തമിഴ് മൂവീസിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തമിഴ് സിനിമയിലും ഇന്ത്യൻ സിനിമയിലും ബ്രഹ്മാണ്ടം എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് ശങ്കറായിരുന്നു. ശങ്കർ സാറിന് ശേഷം ഇപ്പോൾ രാജമൗലി വന്നു. രാജമൗലിക്ക് ശേഷം ആര് എന്നൊരു ചോദിച്ചിട്ട് നിൽക്കുമ്പോഴാണ് നാഗശ്വൻ ഇതുപോലൊരു ഗംഭീര പടമായിട്ട് വരുന്നത്. ഇപ്പം ഞാൻ സിനിമ കണ്ടത് രാഗം തിയേറ്ററിൽ നിന്നാണ്, തൃശ്ശൂർ രാഗം തിയേറ്റർ. ഇപ്പം ഞാൻ നല്ല പടങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ ഞാൻ രാഗത്തിലേ കാണുള്ളൂ. രാഗത്തിൽ പടം ഉണ്ടെങ്കിൽ ആദ്യം അവിടെ പോയി ടിക്കറ്റ് എടുക്കും. അങ്ങനെ ഒരു ശീലമുണ്ട്. അപ്പോൾ രാഗത്തിൽ കണ്ടിട്ടുള്ള ഈവനിങ് ഷോസ് ഒന്നും എന്നെ ഒരിക്കലും നിരാശപ്പെടുത്തിയിട്ടില്ല ഇതുവരെ. അങ്ങനെ കാണുന്ന ഈവനിങ് ഷോസിലെ ഏറ്റവും അവസാനം കണ്ടൊരു പടമാണ് കൽക്കി. മുന്നേ വിക്രമൊക്കെ ഈവനിങ് ഷോ ആണ് ഞാൻ കണ്ടിട്ടുള്ള ഫസ്റ്റ് തന്നെ. ഒരു രക്ഷയില്ലാത്ത പടം. നാഗശ്വൻ എന്ന് പറഞ്ഞുള്ള ഡയറക്ടറുടെ അങ്ങേരെ ആ മനുഷ്യൻ്റെ എക്സിക്യൂഷൻ, ആ മനുഷ്യൻ്റെ തിങ്കിങ്, തോട്ട് ഏത് ലെവലിലാണ് പോയിട്ടുള്ളതെന്ന് ഈ പടം കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ. മഹാഭാരതം പോലുള്ള ഒരു എപ്പിക്കിനെ അതിനൊട്ടും മോശമാക്കാതെ, മഹാഭാരതത്തിന് ഒരു രീതിയിലും മാറ്റാതെ, അതിന് എങ്ങനെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കൽക്കി എന്ന കഥാപാത്രവും കൽക്കിക്ക് ചുറ്റും നടക്കുന്ന ലോകവും കൽക്കിക്ക് ചുറ്റും വരുന്ന മനുഷ്യരെയും എങ്ങനെ സൃഷ്ടിക്കാമെന്ന് ഈ മനുഷ്യൻ വളരെ ബ്രില്യൻ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പടത്തിനെ കുറിച്ച് കാണാൻ പോകുന്നതിന് മുന്നേ തന്നെ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്ന കഥാപാത്രം അമിതാഭ് ബച്ചനെയൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അശ്വത്ഥമ ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഉണ്ട്. അതുകൊണ്ട് സ്പോയിലർ ആവുമെന്ന് വിചാരിക്കുന്നില്ല. അമിതാഭ് ബച്ചൻ എന്താണ് മനുഷ്യൻ. ഇപ്പോൾ 19-84 വയസ്സായി, സ്റ്റിൽ ആ ഒരു കഥാപാത്രമായിട്ട് വരുമ്പോൾ അദ്ദേഹം കാണിക്കുന്നൊരു അശ്വത്ഥമാവല്ലാതെ നമുക്ക് ഒരിക്കലും തോന്നില്ല. പണ്ട് മഹാഭാരതം സീരിയൽ കണ്ടിരുന്നപ്പോൾ നമുക്ക് അതിൽ ഓരോ ക്യാരക്ടേഴ്സിനും ഓക്കെ ഇത് കൃഷ്ണനാണ്, ഇതാണ് അർജുനൻ, ഇതാണ് ദുര്യോധനൻ, അങ്ങനെ തോന്നിയിരുന്ന പോലെ ഇതാണ് അശ്വത്ഥമ. ആ ഒരു ഫീല് നമുക്ക് തരാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. അത് ഒബ്വിയസ്ലി അതിൻ്റെ ക്രെഡിറ്റ് മെയിനായിട്ട് പോകുന്ന ആകർഷణ തന്നെയാണ്. കാരണം അദ്ദേഹം എക്സിക്യൂട്ട് ആസ് എ ഡയറക്ടർ, ആളുടെ എക്സിക്യൂഷൻ അത് തന്നെയാണ് ഈ സിനിമയിൽ ഇത്രയും കഥാപാത്രങ്ങളെ ഇത്രയും ഗംഭീരമാക്കുന്നത്. പ്രഭാസ് ആയിക്കോട്ടെ, ആക്ടേഴ്സിൻ്റെ കാര്യത്തിൽ ഞാൻ വരുന്നില്ല, കാരണം കുറേ ക്യാമിയോ ക്യാരക്ടേഴ്സ് ഉണ്ട്. സിനിമ കാണാൻ പോകുന്നവർക്ക് ഈ ക്യാമിയോസ് ഞാൻ മുന്നേ പറഞ്ഞിട്ട് അതൊരു ഡിസ്റ്റർബൻസ് ആവണ്ട എന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ ആക്ടേഴ്സിനെ കുറിച്ച് പറയുന്നില്ല. പ്രഭാസ് ഗംഭീരമാണ്. കുറേ നാൾക്ക് ശേഷം പ്രഭാസ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാഹുബലി 2-ന് ശേഷം പ്രഭാസിൻ്റെ നല്ലൊരു സിനിമ അല്ലെങ്കിൽ ഗംഭീര സിനിമ എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് കൽക്കി. സോ കൽക്കി ഫ്യൂച്ചറിസ്റ്റിക് ആണ്. 2898 നടക്കുന്ന ഒരു കഥ ഇവിടെ നിന്ന് ചിന്തിക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത്, ഓക്കെ ഒബ്വിയസ്ലി കുറേ റെഫറൻസ് എടുത്തിട്ടുണ്ട്, കുറേ ഇംഗ്ലീഷ് സിനിമകളിൽ നിന്ന് റെഫറൻസ് എടുത്തിട്ടുണ്ട്. അതൊന്നും ഈ ഒരു സിനിമയെ ആസ്വദിക്കുന്നതിന് ഒരു രീതിയിലൊരു പ്രശ്നമല്ല. നമ്മളത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ഓക്കെ ഇത് റെഫറൻസ് എടുത്തായിരിക്കും. പക്ഷെ ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനൊരു പടം, അതും ഈ ഒരു ബഡ്ജറ്റിൽ 600 കോടിയാണ് പടത്തിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നു. എൻ്റെ ഒരു തോന്നൽ ഒരു 300 കോടി ഒരു റെമ്യൂണറേഷൻ ആയിട്ട് പോയിട്ടുണ്ടാവും. ആക്ടേഴ്സ്, ഡയറക്ടർ, മ്യൂസിക് അങ്ങനെ ഉള്ള പോർഷനിൽ. അത് കഴിഞ്ഞിട്ട് വരുന്ന ഈ പടം മേക്കാവുന്ന ചിലവ് എന്ന് പറയുന്നത് എൻ്റെ ഒരു കണക്കുകളിൽ ഒരു 300-350 കോടിയൊക്കെ തന്നെ കാണുള്ളൂ. ആ 350 കോടിക്ക് ഇതുവരെ ഒരു ബ്രഹ്മാണ്ഡ ചിത്രം, ബ്രഹ്മാണ്ഡം എന്ന് ഇടയ്ക്കെടുത്ത് പറയുന്നത് അത് ബ്രഹ്മാണ്ഡമായതുകൊണ്ടാണ്. നേരത്തെ പറഞ്ഞ മാതിരി ശങ്കറിന് ശേഷം രാജമൗലി ഉണ്ട്, രാജമൗലിക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് നാഗശ്വൻ. ഇതുപോലെ സിനിമകൾ എടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ, ഒരു വ്യക്തി. ലൈക്ക് ഇന്ത്യൻ സിനിമയിൽ നിന്ന് ഒരുപാട് കോണ്ടന്റ് ഉള്ള പടങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് തന്നെ കൊറിയയിലേക്ക് വരെ റീമേക്ക് ചെയ്ത് മൂവികൾ പോയിട്ടുണ്ട്.
പക്ഷെ പറയുമ്പോൾ നമുക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ട് അത്രയും ക്വാളിറ്റി ഇൻ ദ സെൻസ് ഒരു ഒരു എന്താ പറയുക, ഒരു ബ്രഹ്മാണ്ടം ലൈക്ക് ഈ ഡ്യൂണും അല്ലെങ്കിൽ പിന്നെ മാഡ് മാക്സ് ഫ്യൂരി അതുകൊണ്ടൊന്നും കമ്പയർ ചെയ്യില്ല ഞാൻ. പക്ഷെ അതുപോലെയുള്ള മേക്കിംഗ് ക്വാളിറ്റിയുള്ള സിനിമകൾ നമുക്ക് വളരെ കുറവാണ്. ആ ഒരു ഗ്യാപ്പിനാണ് ഈ മനുഷ്യൻ ഈ ഒരു സിനിമ കൊണ്ട്, അതായത് നാഗേശൻ ഈ ഒരു സിനിമ കൊണ്ട് ഫില്ല് ചെയ്യുന്നത്. ഇപ്പോൾ ഈ സിനിമേനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പലർത്തുനിന്ന് റിവ്യൂ കേട്ടായിരുന്നു പോകുന്നതിന് മുന്നേ. ആ റിവ്യൂ കേട്ടതൊക്കെ വെച്ച് ഞാൻ കേട്ടൊരു സംഭവമാണ്, സ്തനയ്ക്ക് പകരം സന്തോഷ് നാരായണന് പകരം മ്യൂസിക് കീരവാണിയോ റഹ്മാനോ ചെയ്തിരുന്നെങ്കിൽ ഒരു പഠിക്കുമ്പോൾ നിന്ന് ഒരിക്കലും ഇല്ലല്ലോ. അതായത് എൻ്റെ ഒപ്പീനിയനാണ്, ഇത് റിവ്യൂ ആയിട്ട് നിങ്ങൾ കാണുന്നില്ല ഞാൻ പറയുന്നില്ല, ഇതെൻ്റെ ഒപ്പീനിയനാണ്. അതായത് എൻ്റെ ഒരു ഒപ്പീനിയനാണ്. സ്തന ആ മനുഷ്യൻ ഈ പടത്തിൽ ചെയ്ത് വെച്ചിട്ടുള്ള മ്യൂസിക് ഫസ്റ്റ് തൊട്ട് എൻ്റെ വരെ നമ്മളിങ്ങനെ എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോകുന്നില്ല. മ്യൂസിക് വെച്ചിട്ടുള്ള പങ്ക് ഓഫ്, അത് ഓൾറെഡി നാഗേശൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് സന എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്, സന ക്യാൻ ഡു ഇറ്റ് ഇൻ വാട്ട് ഇസ് ലൈക്ക് ഫോക്ക്, ഹി ക്യാൻ ഡു ദ ഇന്റർനാഷണൽ മ്യൂസിക്, ഡപ്പാങ്കുത്ത്, ഇമോഷണൽ, ഒരു മെലഡി, എല്ലാ കാറ്റഗറി മ്യൂസിക്കും ചെയ്യാൻ പറ്റുന്ന, ഏത് ലെവലിലും ഏത് പീക്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ് സന. ആള് ഒരുപാട് വട്ടം തെളിയിച്ചതാണ്. പക്ഷെ ഈ ഒരു പടത്തിലേക്ക് വരുമ്പോൾ ആളുടെ മ്യൂസിക് വർക്ക് എന്നെ ഒരുപാട് സാറ്റിസ്ഫൈ ചെയ്തു. സോ ആ ഒരു ഫാക്ടർ, സന ഫാക്ടർ ഈ പടത്തിന് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ആർട്ടിൻ്റെ കാര്യം ഞാൻ ആര് ചെയ്തതെന്ന് ഞാൻ നോക്കിയിട്ടില്ല. ആ പടം കണ്ടുവന്ന ആ ഒരു ഫീലോട് കൂടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരുന്ന് ചെയ്യുന്നത്. ലൈക്ക് ഒരു 2-3 ട്രയൽ കഴിഞ്ഞതിൻ്റെ ഒരു എന്തെങ്കിലും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആരാ ചെയ്തതെന്ന് നോക്കിയിട്ടില്ല. ലൈക്ക് ഡയറക്ടർ ആരാന്നറിയാം, പ്രൊഡ്യൂസർ വൈജയന്തി മൂവീസാണ്, അതിൽ രണ്ട് സ്ത്രീകളാണ് പ്രൊഡ്യൂസേഴ്സ്. അവരെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. വൺ വാസ് സ്വപ്ന ദത്തൻ, അത് വാസ് എനിക്ക് ഓർമ്മയില്ല. സോ ഇവർ രണ്ടുപേരും അത്രയും കൈയടി അറിയിക്കുന്നുണ്ട്. ലൈക്ക് ഇത്രയും വലിയൊരു പടം, ഇത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള, ഇത്രയും ആളുടെ തോട്ട്, നാഗേഷിൻ്റെ തോട്ട് ഇവരോട് വന്ന് പറഞ്ഞ് ഇവരതൊരു സിനിമയാക്കി ഈ ഒരു ലെവലിലേക്ക് വരുമ്പോൾ അവരുടെ ഒരു കഴിവ്, പ്രൊഡ്യൂസേഴ്സും ആർട്ടിസ്റ്റിക് ആയാലാണ് സിനിമകൾ ഇത്രയും ഗംഭീരമാവുള്ളൂ. സോ ഈ 2 ലേഡീസ് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ഈ സിനിമയുടെ. ഡയറക്ടർ എത്രത്തോളം ഈ സിനിമയിൽ ഈ കയ്യടി അർഹിക്കുന്നുണ്ടോ അത്രത്തോളം തന്നെ ഈ 2 ലേഡീസ് പ്രൊഡ്യൂസേഴ്സ് അവരും അത്രയും തന്നെ കയ്യടി അർഹിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സും ഓരോ ആക്ടേഴ്സ് ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള ഓരോരുത്തരും അത്രയും ഗംഭീരമായിട്ട് പ്രവർത്തിച്ചാലെന്ന് തോന്നുന്നു ഇത്രയും നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയത്. കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ അറ്റ് പീക്ക്. പിന്നെ എടുത്ത് പറയുമ്പോൾ ഈ മഹാഭാരതം അറിഞ്ഞിട്ട് ഈ സിനിമ കാണുമ്പോൾ ഒരു കുറച്ചധികം കണക്റ്റ് ആവും, കുറച്ചുകൂടി ഫീല് ആവും. ലൈക്ക് നേരത്തെ പറഞ്ഞിട്ടും തോന്നുന്നു അമിതാഭ് ബച്ചനും ആ ഒരു ക്യാരക്ടറും അശ്വത്ഥമാവിനെ കുറിച്ച്. സോ അതുപോലെ വരുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, മഹാഭാരതമായിട്ട് കണക്ട് ചെയ്ത റെഫറൻസുകൾ വരുന്നുണ്ട്. അതൊക്കെ മഹാഭാരതം എന്ന എപ്പിക്കിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ലെജൻഡിനെ കുറിച്ച് അറിയാവുന്നവർക്ക് ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് കണക്ട് ആവും. ഞാൻ ഇൻഷുറൻസിലെ ടോയ്ലറ്റിൽ പോയപ്പോൾ എൻ്റെ തൊട്ടടുത്ത് വന്ന ഒരു പയ്യൻ, 2 പയ്യന്മാരും ഡിസ്കഷൻ ആയിരുന്നു, അതാരാണ്, അശ്വത്ഥമ്മ ആരാണ്, അങ്ങനെയുള്ള കുറച്ച് കോൺവെർസേഷൻസ്. സോ ഇതറിഞ്ഞു വെച്ചാൽ സിനിമ കാണുമ്പോൾ ആ കൺഫ്യൂഷനും ഒഴിവാകും, ആ ഒരു ഫീലും വേറെ കിട്ടും. പിന്നെ ഒരുപാട് മഹാഭാരതത്തിൽ തന്നെ എപ്പിക് ക്യാരക്ടേഴ്സ് വേറെയും സിനിമയിൽ കടന്നു വരുന്നുണ്ട്. അതൊക്കെ സോറി അതിനെക്കുറിച്ചൊന്നും ഞാൻ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. സെക്കൻഡ് പാർട്ട് വരുമ്പോൾ അത് സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സെക്കൻഡ് പാർട്ടിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള വലിയൊരു ഭാഗം അതൊന്നും നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. സോ അധികം വേയിപ്പിക്കാതെ സ്പോയിലേഴ്സ് കിട്ടുന്നത്, എനിക്ക് സിനിമ കണ്ടൊക്കെ അവനെ കുറച്ച് സ്പോയിലേഴ്സ് കിട്ടിയായിരുന്നു. ഈ ഫിലിം ഗ്രൂപ്പ്സിലൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ, റിവ്യൂ അറിയാൻ വേണ്ടി എടുത്ത് നോക്കുമ്പോൾ അറിയാതെ പോലും നമ്മൾ കണ്ടുപോകും. നമ്മൾ ഒഴിവാക്കണമെന്ന് വിചാരിച്ചാലും മറ്റുള്ളവർ ഒഴിവാക്കിയത് വരില്ല. കാരണം അവരും ഇതുപോലെ എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറത്ത് അവർ കയറി തരും. സോ എനിക്ക് 1-2 സ്പോയിലേഴ്സ് കിട്ടിയായിരുന്നു. ആ സ്പോയിലേഴ്സ് ഒക്കെ കിട്ടിയിട്ടും എന്നെ ഈ സിനിമ കാണുന്നതിൻ്റെ എൻ്റെ ആസ്വാദനത്തിൽ ഒരു രീതിയിലും ബാധിച്ചിട്ടില്ല. ഈ സിനിമ അത്രയ്ക്ക് അതിനുള്ളതുണ്ട്, അതുകൊണ്ടാണ്. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെ ഒരു സിനിമ കണ്ടിറങ്ങി പോകുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഗ്യാപ്പിന് ശേഷം ഇന്ന് രാത്രി ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ കാരണം സിനിമ കൊണ്ട് കുറച്ച് നേരമായിട്ടുള്ളൂ. ഈ ഒരു വേർഷൻ, ഈ ഒരു കട്ട്, ഇതിപ്പോൾ ഞാൻ പറഞ്ഞു 3-4 ട്രയൽ കഴിഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെതായിട്ടുള്ളൊരു എൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ കുറച്ച് കുറവ് വന്നിട്ടുണ്ടെങ്കിലുള്ളൂ. അത് ഞാൻ 1-2-3 പ്രാവശ്യമായി പറയുന്നു. സോ പിന്നെ ഈ വീഡിയോ അധികം പേർക്ക് റീച്ച് ആവുമെന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ ഒരു 100 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ഒരു 10 പേരിൽ 6 പേര് എൻ്റെ ഫേക്ക് ഐ ഡി, 4 പേര് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഫേക്ക് ഐ ഡിയാണ്. ബാക്കിയുള്ളവരും ഒരു 80 പേരോളത്തോളം ഉണ്ടാവും. അവർക്ക് നോട്ടിഫിക്കേഷൻ പോകും.
അതിൽ എൻ്റെ റിവ്യൂ കണ്ട് അല്ലെങ്കിൽ എൻ്റെ ഒപ്പീനിയൻ കണ്ട് സിനിമ കാണണം എന്നുള്ളവർക്ക് ധൈര്യമായിട്ട് പോയി കാണാം. പിന്നെ ഞാൻ ഇന്ന ജേണറെ കാണും, എനിക്ക് ഇന്ന ജേണറെ ഇഷ്ടപ്പെടും എന്നുള്ളവരാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല. അല്ല, ഞാൻ എല്ലാ തരം സിനിമകളും കാണുന്ന ഒരു വ്യക്തിയാണ്, എനിക്ക് എല്ലാ തരം സിനിമകളും ഇഷ്ടപ്പെടും അങ്ങനെയുള്ള വ്യക്തികൾക്ക് 101% ഉറപ്പ് വരുന്നത് ഈ പടം അടിപൊളിയായിട്ട് ഫീൽ ചെയ്യും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ദിസ് ഇസ് മീ അരവിന്ദ് രാംദാസ് ആൻഡ് ഐ വിൽ ബി ബാക്ക് വിത്ത് അനദർ മൂവി. താങ്ക് യു.